പാട്ടുത്തരം. പാട്ടുത്തരം. ആര് എന്ത് ചോദിച്ചാലും പാട്ടുരൂപേണ മാത്രം മറുപടി പറയേണ്ടത് ആരാണെന്നുള്ള ചോദ്യത്തിന് ജിയോ ഹോട്ട്സ്റ്റാർ ഫാൻ സോൺ വഴി പ്രേക്ഷകർ തെരഞ്ഞെടുത്തിരിക്കുന്നത് നെവിനെയാണ്. ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് 18 കണ്ടസ്റ്റന്റ് ഉണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തുല്യമാണോ? അതായത് ഇവിടെ 18 പേരുണ്ടെങ്കിൽ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരുപോലെയാണോ എല്ലാം കിട്ടേണ്ടത്? തുല്യത വേണം. ആൻസർ കിട്ടിയല്ലോ. തുല്യത വേണം. തുല്യത. മോഷണം നല്ല ശീലമാണോ? കക്കുന്നവനെ കണ്ടുപിടിക്കാൻ മുകളിൽ ഒരാളുണ്ട്. അത് നീ തന്നെ മോളാണെന്ന് അത് കണ്ടുപിടിക്കാൻ CIDകളെ ബിഗ് ബോസ് നിയമിച്ചിട്ടില്ല. ഓക്കെ, നെവിന് ഈ ബിഗ് ബോസില് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ പേര് പറയാതെ എങ്ങനെ അവരോട് അത് പറയും? പാട്ടല്ലേ പറയേണ്ടത്? ആരാണെന്നുള്ളത് പറയണം. മനസ്സിലായല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ഒരു മിനിറ്റ്, പറയാനുള്ള കാര്യങ്ങൾ പാട്ടുരൂപേണ പറയുക. ഓക്കെ, അതാണ് ടാസ്ക്. ഓക്കെ. സുന്ദരിയാണവൾ, ഇസ്തിരി കൊണ്ടു തേക്കും അവൾ, അവളുടെ മുടിയിടയിൽ ഇസ്തിരി കുടുങ്ങി, എത്രയോ മുടികൾ നിലത്ത് പോയി, എന്നിട്ടും അവളെ ചൂഷണം ചെയ്തു കള്ളിയാക്കി ഈ ബിഗ് ബോസ് ഹൗസിലെ നാട്ടുകാർ. അവൾ എത്രയോ ചപ്പാത്തികൾ ഉണ്ടാക്കി തന്നു, എന്നിട്ടും കഴിച്ചവളെ വിഡ്ഢിയാക്കി കള്ളിയാക്കി, എന്നിട്ടും അവളുടെ കള്ളപ്പേര് മാറുന്നില്ല, കാപ്പിക്കള്ളി. അതുപോലെ അടുത്ത ചോദ്യം, ഈ ബിഗ് ബോസില് ഈ ടീമിന്റെ ഉള്ളില് ഏറ്റവും തെറ്റായ രീതിയിൽ ഗെയിം കളിക്കുന്നത് ആരാണെന്ന് അവരെ പേര് പറയാതെ പാട്ടുരൂപേണ പറയുക.